ഞാൻ കുറച്ച് സിറ്റുവേഷൻസ് തരട്ടെ, അത് വെച്ചിട്ട് ഏതെങ്കിലും പാട്ട് മൈൻഡിൽ വരുമെന്ന് നോക്കാവോ? ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു മൊമെന്റ്. പോകേണ്ട ദൂരൊരാളും കാത്തു നിൽക്കാതെ, കേൾക്കേണ്ട കിസ്സകൾ കഥകൾ നിലയ്ക്കാതെ. ആരെയൊക്കെ മിസ് ചെയ്യുന്ന ആ പാട്ട് കേട്ടപ്പോ? ആരാ? മടിയാ? ഞാൻ പാടുന്ന പാട്ടുകൾ പാടി നടക്കും, പാടി നടക്കും. ഭയങ്കര ഇഷ്ടം. പറയാറുണ്ടോ പാടാൻ കൂടാനും? ഇഷ്ടമില്ല. ഇഷ്ടമല്ല. ഇഷ്ടമില്ല. നീ ആരാധികയായിട്ട് എന്താ ഇത്ര വല്ലാത്തൊരു കണക്ഷൻ വന്നേക്കുന്നത്? ആരാധിക നമ്മള് പാടിയിട്ടില്ലല്ലോ. പാട്. ആരാധികേ മഞ്ഞുതിരും വഴിയരികെ, നാളേറെയാ കാത്തു നിന്നും മിഴി നിറയെ. ഈ പാട്ട് പഠിക്കാതെ പാടുമ്പോഴേ ആദ്യം ടെൻഷൻ ഉണ്ടായിരുന്നു? ഇപ്പൊ ഞാൻ ഈ പാട്ട് കവർ ചെയ്യുന്ന കാര്യത്തിൽ തന്നെ കുറെ ട്രൈ ചെയ്യും, കുറെ ട്രൈ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ കുറെ ടേക്ക് ഇടും, തെറ്റി എന്നാലും ആ നൈറ്റിനുള്ളിൽ എങ്ങനെയും ശരിയാക്കാൻ നോക്കും. ഇടക്ക് തെറ്റിട്ട് എന്നൊക്കെ പറഞ്ഞിരിക്കും. ഫീൽ എവിടെ നിന്ന് കിട്ടി എനിക്കറിയില്ല, എങ്ങനെ പാടുന്ന അതൊന്നും അറിയില്ല. അങ്ങനെ റിയാലിറ്റി ഷോ അധികം താല്പര്യമില്ല. ഇല്ല. ഇങ്ങനെ അതെന്ത് പറ്റി? ഞാൻ കുറച്ച് സിറ്റുവേഷൻസ് തരട്ടെ, അത് വെച്ചിട്ട് ഏതെങ്കിലും പാട്ട് മൈൻഡിൽ വരുമെന്ന് നോക്കാവോ? ഓക്കെ. ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു മൊമെന്റ്, അത്രയും ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ ഏത് പാട്ടാവും പാടുക? ജോടാലി. പോകേണ്ട ദൂരൊരാളും കൂട്ടിനില്ലാതെ, കാണേണ്ട കാടുകൾ കരകൾ നിലയ്ക്കാതെ. പോകേണ്ട ദൂരൊരാളും കാത്തു നിൽക്കാതെ, കേൾക്കേണ്ട കിസ്സകൾ കഥകൾ നിലയ്ക്കാതെ. ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞെത്ത്, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞെത്ത്, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞെത്ത്, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞെത്ത്. കൊള്ളാം. ഇത് ഹനാൻ ഷാക്ക് വേണ്ടി പാടി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, റീൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അതിന്റെ റെസ്പോൺസ് എങ്ങനെ ഉണ്ടായിരുന്നു? കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അതെന്തേ പാടാൻ കുറച്ച് ലേറ്റ് ആയി പോയെ? കുറച്ച് ലേറ്റ് ആയി. ഞാനീ മിക്ക പാട്ടുകളും മടിയാ? അപ്പോ കുറച്ച് ലേറ്റ്, മിക്ക പാട്ടുകളും ലേറ്റ് ആവാറുണ്ട്. ഇപ്പോഴും മടി തന്നെയാണോ, അതോ ആരെങ്കിലും നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നുണ്ടോ? പാട് പാട് എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നുണ്ട്. ആരാ? ഇക്ക. ഇക്ക ഭയങ്കര സപ്പോർട്ടാണ്. ഇക്ക എന്താ വന്ന് പറയുന്നേ? സ്റ്റെക്കായി നിൽക്കുന്ന സമയത്ത് പാട്ടിട്, വീഡിയോ എടുക്കുന്നാണോ പറയുന്നത്? ഇനി ഇടണോട്ടോ, അല്ലെങ്കിൽ ശരിയാവൂല, അക്കൗണ്ട് ആകെ പോയി പറയൂല്ലേ? ഇക്ക പാടുവോ? ഇക്ക പണ്ട് പാടിയിരുന്നു, മദർസയിലൊക്കെ പഠിക്കുമ്പോ അങ്ങനെ പാടിയിരുന്നു. പിന്നെ സൗണ്ട് ചേഞ്ച് ആയില്ല, അങ്ങനെ അധികം പാടാറില്ല. പറയാറുണ്ടോ പാടാൻ കൂടാന്? ഏയ് അങ്ങനെ ഇഷ്ടമില്ല. ഇഷ്ടമില്ല. ഓ, അതെന്താ? ചോദിക്കാറൊന്നുമില്ല? ഏയ് വീഡിയോ വീട്ടിലിങ്ങനെ പാടി നടക്കും, ഞാൻ പാടുന്ന പാട്ടുകൾ പാടി നടക്കും, പാടി നടക്കും. ഭയങ്കര ഇഷ്ടം. അങ്ങനെ വേറെ വീഡിയോ വരാൻ ഇഷ്ടമല്ല. എന്തെങ്കിലും വീഡിയോ എടുക്കുമ്പോ അത്യാവശ്യം ടൈക്ക് വരില്ലേ? ശരിയാവുന്നവരെ എടുക്കണല്ലോ, അപ്പൊ ദേഷ്യം വരുമോ? അതെന്തായാലും വരും. ഒന്ന് ശരിയാക്കുന്നുണ്ട്, അങ്ങനെ ഒച്ചെടുക്കുവോ? ആ ടൈമിൽ വെച്ചാല്, ആ ടൈമില് ഞാൻ രണ്ടാമത്തെ പാട്ട് വൈറലാവണ ടൈമുണ്ട്, ഓരേപ്പിയ. ആ ടൈമിൽ ഫുള്ള് എടുത്തന്നിരുന്നു. ഫുള്ള് തെറ്റും വൈദ്യ മറക്കും, അത് ഇത് ആകെ പ്രഷറാവും. എന്നിട്ട് അവസാനമൊക്കെ ശരിയാവും. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരു കുറേ നാൾ മുന്നേ ഞാൻ സ്വന്തം എടുക്കാൻ തുടങ്ങി. ഇങ്ങനെ ക്യാമറ വെച്ചിട്ട് സ്പീക്കർ സൈഡിൽ വെച്ചിട്ട് ഇങ്ങനെ എടുക്കാൻ തുടങ്ങി. ഇപ്പം 2-3 ദിവസമായിട്ട് ഇക്ക എടുത്തിട്ടുണ്ട്. ഇക്ക പറഞ്ഞു ഈ ഒരു ആംഗിളിൽ നിന്ന് എടുക്കുക, അത്യാവശ്യം കുഴപ്പമുണ്ടാവില്ല അങ്ങനെ പറഞ്ഞിട്ട് ഇക്ക എടുത്തിരും.
സ്വന്തമായിട്ട് എടുക്കാൻ തുടങ്ങിയത് എന്തേ ഇക്ക പ്രഷർ ചെയ്യുന്ന അല്ല കാരണം? പിന്നെ ആരും ഫ്രീ ആയിരുന്നില്ല. ഇക്ക പഠിക്കാൻ പോകും +2 അങ്ങനെ. ഇപ്പം കൊച്ചിയിൽ തന്നെ ഒരു റിഗ് ആൻഡ് ടെക്നോളജി പഠിക്കുന്നു, +2 കഴിഞ്ഞു. കൊറേ പ്രഷർ ചെയ്താലും പാട്ട് അത്യാവശ്യം അടിപൊളിയായിട്ട് പാടുന്നുണ്ട്, അത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടല്ലേ, അപ്പൊ നീ പാടിക്കൊടുക്ക്. അക്കൗണ്ട് റീച്ച് ആക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി ഇത്രയും കഷ്ടപ്പെടുന്നത്. ഇനി അടുത്ത സിറ്റുവേഷൻ തരട്ടെ. ഓക്കെ. ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുമ്പോ ഏത് പാട്ടാവും? മൂടിയിലെ ഹിമകളാരാലോ യാറപ്പേ ദേഹം പോണല്ലോ കാണാലോ മണ്ണ് മറഞ്ഞാലും ഉള്ളാലേ ഉള്ളിൻ്റെ ഉള്ളാലേ താരങ്ങൾ പൊഴിയുന്ന രാവുകളിൽ ജപമാല ഞാൻ എന്നെ അഴലുകൾ പകരികളാക്കി ആളുന്ന പുകിലുകളിൽ സ്നേഹക്കനി വിടരാൻ നേരുന്ന ദിക്റുകൾ യാചകിയായി കാത്ത് കാത്തു കഥകൾ തങ്ങി പ്രിയമേറും ഇവരിൽ ഞാൻ ദുവകൾ ചൊല്ലി ചോർന്ന് ചോർന്ന് കൊതികൾ മങ്ങി കഴിയൂല കബറിൽ ഞാൻ ഇണ പോകാതെ. നല്ല രസമുണ്ട്. ഞാൻ എന്ത് പാടിയാലും നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിന്റെ സൗണ്ട്. അതില്ലേ നേരത്തെ ഹാപ്പി ആയിട്ടുള്ള പാട്ട് പാടാൻ പറഞ്ഞപ്പോ കുറച്ചു നേരം ആലോചിച്ച്, സങ്കടമുള്ളത് പറഞ്ഞപ്പോ പെട്ടെന്ന് പാടിയാലോ? എനിക്ക് സങ്കടമുള്ള പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഫീൽ കൊടുത്ത് പാടാൻ പറ്റും. കുറെ പാട്ടുകളുണ്ട് അങ്ങനത്തെ. അത് കാരണം ആലോചിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഏറ്റവും കൂടുതൽ ആൾക്കാർ സജസ്റ്റ് ചെയ്യുന്നത് അങ്ങനത്തെ സങ്കടം ആ ഒരു ഫീൽ പിടിച്ച് പാടാനാണോ അതോ ഹാപ്പി മൂഡ് പിടിക്കാനാണോ? വെച്ചാല് രണ്ടും ഏകദേശം എല്ലാവരും സപ്പോർട്ട് ചെയ്യാനാണ്. എന്നാലും സങ്കടമായിട്ട് ഇരിക്കുക അങ്ങനത്തെ പാട്ടാണെങ്കിൽ കുറച്ചും കൂടി ഫീൽ ഉണ്ടാവും. ആ പാട്ടിലോട്ട് അങ്ങോട്ട് ഇറങ്ങി ചെന്ന് പാടുന്നുണ്ട്. ഇനി അടുത്ത സിറ്റുവേഷൻ എന്താന്ന് വെച്ചാൽ ഫ്രണ്ട്സിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് പാടുന്നത്. ഫ്രണ്ട്സ് പാട്ട് പഠിപ്പിക്കാറുണ്ടോ? അങ്ങനെ ടീമായിട്ട് ഇരിക്കുമ്പോഴൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ പാട്ട് പാടും എന്ന് പറയാറുണ്ടോ? ടീച്ചേഴ്സ് വിളിച്ച് ക്ലാസ്സിൽ പാട്ട് പഠിപ്പിക്കാറുണ്ടോ? പുതിയ സ്കൂളിൽ ചെന്നപ്പോ ഫസ്റ്റ് തന്നെ പഠിപ്പിച്ചു. അന്നേരം എല്ലാവർക്കും അറിയായിരുന്നു വൈറൽ താരാണ് ഇരിക്കുന്നതെന്ന്. ഈ പാട്ടിന്റെ ഇതിൽ തന്നെ ഫേമസ് ആയതുകൊണ്ട് കണ്ടു കിട്ടി ആദ്യം എല്ലാവരും പറയാ പാട്ട് പാടുന്നതായിരിക്കും. അപ്പൊ ക്ലാസ്സിലും അത് തന്നെ ആയിരുന്നു പരിപാടി. ഫ്രണ്ട്സിന് വേണ്ടിട്ട് മാണിക്കച്ചിറകുള്ള മാറത്ത് കുറിയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നു പോയി കാടുന്നു കാണാനായി കൂടുന്നു കൂട്ടാനായി ആകാശത്തേരിൽ നീന്തി കുതിച്ചു പോ. ഏഹേ കണ്ടു മലനിര ഓഹോ കണ്ടു താഴ്വര മാമരം കണ്ടേ ചോല കണ്ടേ ഇലകൾ കണ്ടേ കായ്കളും ഓ തന്തിനത്താനേ താനാനേ തന്തിനത്താനിന്നാനേ. അടിപൊളി, കൊള്ളാം. ഫ്രണ്ട്സിനെ മിസ് ചെയ്യുന്നുണ്ടോ? ഏതെങ്കിലും ഫ്രണ്ട്സിനെ, അതായത് 7ാം ക്ലാസ്സിൽ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സിനെ? എനിക്ക് 2 ഫ്രണ്ട്സ് എനിക്കുണ്ടായത്, എൻ്റെ എപ്പോഴും ഉണ്ടായത് ഇഹ്സാനും അദ്നാനും. അവരിപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്കൂളിൽ തന്നെ പഠിക്കുന്നത്. അവർ ഒരുമിച്ചുണ്ട്. ഓ, അപ്പൊ അവരെ കാണാൻ വേണ്ടിയിട്ട് പോകാറുണ്ടോ? ഇടക്ക് വീടിൻ്റെ അടുത്ത് വെച്ചാൽ കുറച്ചങ്ങോട്ട് പോയിട്ടുണ്ട് കാണാൻ. ഇടക്ക് ആ വഴി പോകുമ്പോൾ അങ്ങനെ കയറാറുണ്ട്. ഇപ്പത്തെ ഗ്യാങ് എങ്ങനെയുണ്ട്? ഇപ്പൊ ഫ്രണ്ട്സ് ഒരു ഗ്യാങ് ഇല്ലേ? ഗ്യാങ് ഒന്നും ഇല്ല. 2-3 പേരുണ്ട്. അവരൊരു സെറ്റ് ആയിട്ട് തന്നെ ഉണ്ട്. ഇപ്പൊ കുറച്ചുകൂടെ അപ്ഡേറ്റ് ആയതുകൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പ്, ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പ് അങ്ങനെയൊക്കെ ആവുമല്ലോ. അതിലൊന്നും ആക്റ്റീവ് അല്ലേ? അതില്ല, എന്നാലും ഉണ്ട്. ഞങ്ങൾക്കൊരു വെച്ചാൽ സ്കൂളിൽ ഒരു ടീമുണ്ട്. അപ്പൊ അതിൽ കുറേ പേരുണ്ട്. അപ്പൊ അങ്ങനെ ആ ടീമിലുണ്ട്. ആ ഫസ്റ്റ് ടൈം സ്കൂളിൽ ചെന്നു എന്ന് പറഞ്ഞില്ലേ, ആ ടൈമിൽ എന്നിട്ട് ടീച്ചർ വന്നിട്ട് പറയൂലേ പാട്ട് പാടിത്തായോ എന്ന്. ആ ടൈമില് ഓരോ ടീച്ചേഴ്സിനും വേണ്ടി ഓരോ പാട്ടായിരുന്നോ പാടിക്കൊടുത്തായിരുന്നു, അതോ സ്ഥിരം ഒരു സാധനത്തിൽ പിടിച്ചേക്കുമായിരുന്നു?
അല്ല ക്ലാസ്സിൽ കുട്ടികളുണ്ടല്ലോ അപ്പൊ അവർക്ക് ബോറടിക്കുന്ന ഒരേ സാധനം പാടി. ഫസ്റ്റ് ഞാൻ പറഞ്ഞപ്പോ എന്തായാലും ആരാധികയാണ് പാടിയത്. ആരാധിക. അത് കഴിഞ്ഞ് പിന്നെ ആലോചിച്ച് ഏതെങ്കിലുമൊക്കെ പാട്ടെടുത്ത് അങ്ങനെ പാടും. ഈ ആരാധികയായിട്ട് എന്താ ഇത്ര വല്ലാത്തൊരു കണക്ഷൻ വന്നേക്കുന്നത്? ആരാധിക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഫീലാണ്. നല്ല പാട്ട്. ആരാധിക നമ്മൾ പാടിയിട്ടില്ലല്ലോ. പാട്. പിടയുന്നോരെൻ്റെ ജീവനിൽ കിനാവു തന്ന കൺമണി നീയില്ലെങ്കിലെ പ്രകാശമില്ലിനി. വാവ്. ഈ പാട്ടില്ലേ, ഈ പാട്ട് ഈ മൂവി എപ്പോൾ കണ്ടാലും മൈൻഡ് വേറെ എന്തെങ്കിലും ഒരു മൂഡിലോട്ട് പോകും. അതെല്ലാവർക്കും ഉണ്ട് ആ പ്രോബ്ലം. എനിക്കും ഉണ്ട്. ഈ പാട്ട് കേട്ടപ്പോഴും സ്റ്റക്കായി പോയി. കൊള്ളാം, അടിപൊളിയായിട്ട് പാടി. മോൻ്റെ ക്യാരക്ടറിൽ 2 പോസിറ്റീവും നെഗറ്റീവും നിന്നോട് തന്നെ കണ്ടുപിടിക്കാൻ പറയുകയാണെന്ന് വെച്ചെങ്കിൽ എന്ത് പറയും? അങ്ങനെ ചോദിച്ചാൽ അറിയില്ല എന്ന് പറയും. ഇപ്പോൾ പോസിറ്റീവ് നിനക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന എന്തും പറയാം. എങ്ങനെ സ്വയം പുകഴ്ത്തനല്ല, പാട്ട് പാടാൻ. ഓക്കെ, അത് ഞങ്ങൾക്ക് അറിയാം. അതല്ലാതെ അതെന്തായാലും നീ അടിപൊളിയായിട്ട് പാടുന്നുണ്ട്. സ്വയം പുകഴ്ത്തൊന്നുമില്ല, അടിപൊളിയാ. അതായത് ഈ സ്വഭാവം മാറ്റിയ കൊള്ളാന്നുണ്ടാവില്ലേ, മടി. അങ്ങനെ അതിപ്പോ ഞാൻ പറഞ്ഞു. നീ അടുത്തത് മടി നെഗറ്റീവ്. പിന്നെ പോസിറ്റീവ് എന്ന് പറയാൻ എന്ത് സിറ്റുവേഷനിലും വന്നാലും അങ്ങനെ നിന്നോളും. വെച്ചാല് ഇപ്പൊ ഞാൻ പാട്ട് കവർ ചെയ്യുന്ന കാര്യത്തിൽ തന്നെ കുറേ ട്രൈ ചെയ്യാറുണ്ട്. എത്ര ടേക്ക് എടുക്കുമ്പോൾ എനിക്കറിയില്ല. ആരും വീഡിയോ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്താൽ ഫസ്റ്റ് തന്നെ കണ്ണോട് അവ തെറ്റും. അത് തെറ്റാ വീണ്ടും ഫസ്റ്റോട്ട് വെക്കും, അത് അടിക്കും, വേണ്ടിരിക്കും. ചിരിച്ചു തുടങ്ങണം. ആ ടൈം ചിരിച്ചു തുടങ്ങിയിട്ട് കണ്ണു പാടി അങ്ങനെ തുടങ്ങണം. അപ്പം അങ്ങനെ കുറേ ടേക്ക് ഇടും, തെറ്റി. എന്നാലും ആ നൈറ്റിനുള്ളിൽ എങ്ങനെയും ശരിയാക്കാൻ നോക്കും. പിന്നെ ഈ ഒരു ടൈമായി പിന്നെ എൻ്റെ സൗണ്ട് ചേഞ്ച് ചെയ്യുന്ന ടൈമാണ്. അധികം പാടിയാലും പെടും. അപ്പം ഈ ടൈമായി പിന്നെ ഞാൻ ഒരു അത്യാവശ്യം നല്ലോണം ടേക്ക് എടുക്കും. ഇതെടുത്ത് പിന്നെ ഒട്ടും ശരിയാവില്ലാന്ന് തോന്നിയാൽ പിന്നെ നിർത്തിയിട്ട് വ്യത്യാസത്തേക്ക് എടുക്കാൻ നോക്കും. കാരണം സൗണ്ട് ഇപ്പോൾ സ്ക്രാച്ചായി ആകെ പെടും. സൗണ്ട് ചേഞ്ചിൻ്റെ ടൈമായിട്ട് റെസ്റ്റ് എടുക്കാൻ വേണം. എന്നാൽ കണ്ടിന്യൂസ് ആയിട്ട് പോവുകയും വേണം. ഒരു കുറച്ച് പണിയാണ്. എന്നാലും അത് വിടാറില്ല, പിന്നെയും ട്രൈ ചെയ്തോണ്ടിരിക്കും. അതൊരു പോസിറ്റീവാണ്. ആ ചിരിച്ചോണ്ടിരിക്കുന്നു പറഞ്ഞത് അത് കൊള്ളായിരുന്നു. എല്ലാ വീഡിയോക്കും ദേഷ്യം വന്നിട്ട് വീഡിയോ എടുക്കാണെങ്കിൽ തുടങ്ങുമ്പോൾ ചിരിച്ചോണ്ടിരിക്കണല്ലേ. ഇടയ്ക്ക് തെറ്റിയിട്ട് ഒക്കെ പറഞ്ഞിരിക്കും. എന്നിട്ട് പാട്ട് വീണ്ടും തുടങ്ങിയിട്ട് മുഖമൊക്കെ ഇങ്ങനെ ആയിരിക്കും കേട്ടോ. എന്നിട്ട് ഫസ്റ്റ് തൊട്ട് തുടങ്ങിയിട്ട് വെക്കും, പെട്ടെന്ന് തുടങ്ങും. അപ്പം എല്ലാ പാട്ടിലും മാക്സിമം ചിരിച്ച് തന്നെ പാടാൻ നോക്കാം. ചിരിച്ച മുഖത്തിൽ പാട്ട് പാടുന്നതാണ് രസം. പിന്നെ സങ്കടമുള്ള പാട്ടുകളാണെങ്കിൽ പിന്നെ അധികം ചിരിക്കൂല, ചിരി കൊടുക്കും. ലാസ്റ്റ് ആയിരിക്കും എന്തായാലും ചിരി കൊടുക്കാം. നിർത്തുമ്പോ അങ്ങനെ കറക്റ്റ് ആ ഫീൽ എങ്ങനെ കിട്ടുന്നത് അറിയില്ല. അത് പണ്ടേ അതാരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഫീൽ തന്നെയാണ് എല്ലാവരും പറയാറ്. ഫീലും വോയിസ് അങ്ങനെയാണ് പറയാറ്. ഫീൽ എവിടെ നിന്ന് കിട്ടി എനിക്കറിയില്ല. എങ്ങനെ പാടണം അതൊന്നും അറിയില്ല. ഉപ്പ പാട്ട് പാടുമായിരുന്നു. പാപ്പ പണ്ട് ഗാനമേള നടത്തിയിരുന്നു, മാപ്പിളപ്പാട്ട് ഇതൊക്കെ. അതിൻ്റെ ഒപ്പം കൊച്ചാപ്പയും അങ്ങനെ എല്ലാവരും പാട്ട് പാടുന്നു. അമ്മായിമാരും അങ്ങനെ ഇങ്ങനത്തെ ഫീൽഡേക്കില്ല, അമ്മായിമാരും പാടും. 2 അമ്മായിമാരുണ്ട്, അവരൊക്കെ പാടും. എല്ലാവരും നന്നായിട്ട് പാടും. എൻ്റെ പുതിയ അക്കൗണ്ട് തുടങ്ങിയിട്ട് ഞാൻ പറയില്ല, അക്കൗണ്ട് അതിൻ്റെ ഇടയിൽ പോയി എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ആ ടൈമിൽ പുതിയ അക്കൗണ്ട് തുടങ്ങി ഫസ്റ്റ് റീലിട്ടത് എൻ്റെ ഒരു അമ്മയുടെ ഒപ്പമാണ്. അപ്പം അധികം ഇങ്ങനെ ക്യാമറയുടെ മുന്നിൽ വരില്ല. അന്ന് നിർബന്ധിച്ച് കൊണ്ടുവന്നതാണ്. അങ്ങനെ ഫസ്റ്റ് ഈ അക്കൗണ്ടിൽ ഫസ്റ്റ് റീലിട്ടേക്കണ അതാണ് അമ്മയുടെ ഒപ്പമുള്ളത്. ഇനി നമ്മുടെ സിറ്റുവേഷൻ തീർന്നിട്ടില്ല, ഒരെണ്ണം കൂടെ ഉണ്ട്. ഗേൾ ഫ്രണ്ടിന് വേണ്ടി പാടിക്കൊടുക്കുന്ന പാട്ടേതാവും? ഗേൾ ഫ്രണ്ട് ഉണ്ടോ ഇല്ലയെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. ഫ്യൂച്ചറിൽ അങ്ങനെ വരുവാണെച്ചെങ്കിൽ ഗേൾ ഫ്രണ്ടിന് വേണ്ടി പാടിക്കൊടുക്കുന്ന പാട്ടേതായിരിക്കും? പന നോക്കുന്ന ഗേൾ ഫ്രണ്ട് ഇല്ലാതെ ഉണ്ണി കാണാതെ നാനിன்று നാനില്ലേ
விதையில்லாமல் வேறல்லையே நிதம் காக்கின்றவான் கூட நிஜமல்ல இதம் சேர்க்குன்களான் கூட சுகமல்ல நீ இல்லாமல் நான் இல்லையே உன்னை காணாமல் உன்னை காணாமல் உன்னை காணாமல் உன்னை காணாமல் உன்னை காணாத நான் இன்று நான் இல்லை വിതയില്ലാமல் വേറല്ലേ. നല്ല ഫീല്. ആരെയൊക്കെ മിസ് ചെയ്യുന്ന ആ പാട്ട് കേട്ടപ്പോ എന്തോ ഒരു കൊള്ളാം, നൈസ് ആയിട്ടുണ്ട്. ഇതായിരുന്നില്ലേ ഗേൾ ഫ്രണ്ടിന് വേണ്ടി പാടാൻ പറഞ്ഞപ്പോ കുറച്ചധികം ആലോചിച്ച് സിറ്റുവേഷൻ കണ്ടുപിടിക്കാൻ ടാസ്കാ. ഇത് മാത്രമേ തോന്നുന്നു, വേറെ വലിയ കുഴപ്പമൊന്നുണ്ടായില്ല. എന്നാലും മൊത്തത്തിൽ കൺഫ്യൂഷൻ വരില്ല. പെട്ടെന്ന് ഒരാൾ വന്നിട്ട് പാട്ട് പാടുക എന്ന് പറയുമ്പോ ആരാധികം മാത്രം ഓർത്ത് വെച്ച് നടക്കുക. ഹനാൻഷ അല്ലാതെ വേറെ ഒരാളെ പറയാൻ പറഞ്ഞ സിംഗറിൽ പോപ്പുലർ ആയിട്ട് ആരെ പറയും ഫേവറേറ്റ് ആയിട്ടുള്ള? ശ്രീരാമും അർജിത് സിംഗും ഇഷ്ടം. ഹിന്ദി തമിഴ് ആയിട്ട് സിദ് ശ്രീരാമിന്റെ മലയാളം പാട്ടും ഭയങ്കര ഇഷ്ടം. മറ്റേ ഓള് നല്ല ഭയങ്കര ഇഷ്ടം. സിദ് ശ്രീരാമിന്റെ തമിഴ് പാട്ടുകളൊക്കെ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടം, ഞാൻ കേൾക്കാറുണ്ട് ഇടയ്ക്ക്. അതൊക്കെ വേറെ ഷോയിൽ പോകുമ്പോൾ പാടാറുമില്ലേ? ആ ഉണ്ട്. പിന്നെ എനിക്കിഷ്ടം അനുജൈനും. അനുജൈൻ്റെ ഫസ്റ്റ് തൊട്ടുള്ള പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബാരിഷയും ജ്യോത്തുമേരും ഇപ്പം ഇറങ്ങിയത്. പാട്ടിന്റെ ലൈൻസ് ഇങ്ങനെ ഓർത്ത് വെക്ക പഠിക്കണ്ടേ നമ്മള്? അത് കഷ്ടപ്പാടായിട്ട് തോന്നാറുണ്ടോ? മറക്കുന്ന ഏതെങ്കിലും ഉണ്ടോ? കുറച്ച് ടാസ്ക് ആണെന്ന് തോന്നാറുണ്ട്? അതിപ്പോൾ അത്രയും ഇപ്പം ഞാൻ ഈ ചില പരിപാടികൾക്ക് ആ ടൈമിൽ പഠിക്കും. ആ ടൈമിൽ പെട്ടെന്ന് പഠിച്ചാൽ മറന്നു, അങ്ങനത്തെ സംഭവം ഇല്ലേ? അതുണ്ട്. പെട്ടെന്ന് പഠിച്ചാൽ പിന്നെ പേടിയാവും, ടെൻഷനാവും, പിന്നെ ഉറക്കും, അങ്ങനെയൊക്കെ. പിന്നെ കുറേ നാൾ മുന്നേ പഠിച്ചത് വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ മറക്കാറൊന്നുമില്ല. പിന്നെ പാടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഈ പാട്ട് പഠിക്കാതെ പാടുമ്പോഴേ ആദ്യം ടെൻഷൻ ഉണ്ടായിരുന്നു? എങ്ങനെ മ്യൂസിക് പഠിക്കാണ്ട്? ഇല്ല, ഒരു ടെൻഷനും ഇല്ല. അതെന്തിനാ, നമുക്ക് പാട്ട് പാടാൻ അങ്ങനെ അറിയാം, അങ്ങനെ പാടി അങ്ങനെ പോവും. അങ്ങനെ വേറെ മ്യൂസിക് പഠിക്കാത്തതുകൊണ്ട് തെറ്റോ അങ്ങനെ ഇതൊന്നുമില്ല. എന്ന് വന്നാലും നേരിടാൻ തയ്യാറാണ്. ആ ഒരു മൂഡ് പിടിച്ചേക്കുക അല്ലേ? ഇനി അടുത്ത TV പ്രോഗ്രാം അല്ലെങ്കിൽ ഷോസ് അതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അങ്ങനെ റിയാലിറ്റി ഷോ അധികം താല്പര്യമില്ല. ഇല്ല. ഇങ്ങനെ അതെന്ത് പറ്റി? അതെനിക്കറിയില്ല. പക്ഷെ എനിക്ക് പോയാൽ കുഴപ്പമില്ല, എന്നാൽ എനിക്ക് അധികം താല്പര്യമില്ല. അങ്ങനൊരു ഇതാണ്. വീട്ടുകാർക്കോ? വീട്ടുകാർക്കും കുഴപ്പമൊന്നുമില്ല, എന്നാലും ഒരു അല്ലാണ്ട് ആ ഒരു ഇതിക്ക് അങ്ങനെ കടക്കാറില്ല. പിന്നെ എന്താ ഇഷ്ടം? സ്റ്റേജിൽ പെർഫോം ചെയ്യാനാണ് ഇഷ്ടം? പ്രോഗ്രാംസ് ആയിട്ട് അങ്ങനെ പോകാൻ താല്പര്യം. പിന്നെ മറ്റേ കോമഡി മാസ്റ്റേഴ്സിലൊക്കെ പോയത് ഒറ്റ ഷോ നമുക്കൊരു എന്റർടൈൻ ചെയ്ത് പോരാ, ഒരൊറ്റ എപ്പിസോഡേ ഉള്ളൂ. അതെ. അല്ലാതെ റിയാലിറ്റി ഷോ ആയിട്ട് മൊത്തം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനോട് തീരെ താല്പര്യം. പാട്ടിലെ താരായാലും മഴയിൽ മനോരമയിലും ഏതായാലും അത് ഒറ്റ ഷോ ആണല്ലോ. നമുക്ക് ആ ഒരു ജഡ്ജസിനെയും കാണാം, എല്ലാവരും കാണാം, എന്റർടൈൻ ചെയ്യാൻ പാടാ പോരാ, അതൊരു രസം. എനിക്ക് അങ്ങനെ ഒരു ഇതാണ് ഇഷ്ടം. പാട്ടിലെ താരത്തിൽ പോയിട്ട് പാടിയ പാട്ട് മെയിൽ വെർഷനിൽ അധികാരം പാടിയിട്ടില്ലാത്ത വല്ലതുമായിരുന്നു? പകലിരവുകളെ. അതെന്താ അത് ചൂസ് ചെയ്തേ? അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് അല്ലേ നേരം? വെച്ചാല് ആ പാട്ട് കേൾക്കുമ്പോൾ സിമ്പിളായിട്ട് തോന്നും, പാടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാൻ പഠിച്ചിട്ടുണ്ട്, പണ്ടേ ഞാൻ റീലിട്ടിട്ടുണ്ട് ആ പാട്ട്. ഇങ്ങനെ എടുത്ത് തന്നിട്ട് റീലിട്ടിട്ടുണ്ട്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയത് പഠിച്ചെടുക്കാനാണോ ഇഷ്ടം? അതൊക്കെ ഇഷ്ടമാണ്, അങ്ങനെ ഇഷ്ടമാണ്. അപ്പം അങ്ങനെ അവരിങ്ങനെ 10 പാട്ടിൻ്റെ ലിസ്റ്റ് തരാൻ പറഞ്ഞു. അങ്ങനെ ചോദിച്ചിട്ട് അതിൽ നിന്ന് ഓരോ സെലക്ട് ചെയ്തു. അങ്ങനെ സെലക്ട് ചെയ്ത് 10 പാട്ട് അവര് തന്നതാണോ? അല്ല, നമ്മ സെലക്ട് ചെയ്യും. അങ്ങനെ പറയാം ഇതിൽ നിന്ന് ഇത് കോപ്പി റൈറ്റ്സ് ഇല്ലാത്ത പാട്ടുകളും അവർക്ക് റൈറ്റ്സ് അങ്ങനെ സംഭവമുണ്ട്. അപ്പം ഇതിൽ നിന്ന് 10 പാട്ടിൽ നിന്ന് ഒരു പാട്ട് സെലക്ട് ചെയ്യണം. അങ്ങനെ ഈ പാട്ട് സെലക്ട് ചെയ്ത് അങ്ങനെ അതിൽ മറ്റൊരു ഭാഗില് ആ ഒരു എൻഡിങ് ഉണ്ട്. അപ്പം ആ ഭാഗം എനിക്ക് എൻ്റെ
സാധാ പിച്ചിൽ കിട്ടില്ല, ഫോൾസ് വോയിസ് എടുക്കും, ഫീമെയിൽ വോയിസ് പോലെ ഫോൾസ് വോയിസ് എടുക്കും. അത് അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അതിന്റെ എൻഡിങ് ഇപ്പൊ പാടാൻ പറ്റുമോ? കേട്ടിട്ടില്ല, അന്ന് 2 ദിവസം പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇത് ശരിയായത്. ഞാനത് കണ്ടപ്പോ ആലോചിച്ചത് അധികം ആരും മെയിൽ വെർഷനിൽ ചെയ്തിട്ടില്ല, അപ്പൊ എന്തുകൊണ്ടായിരിക്കും അത്രയും കോംപ്ലിക്കേറ്റഡ് ആയത് എടുത്തേന്ന്. അതിന്റെ റെസ്പോൺസ് എങ്ങനെ ഉണ്ടായിരുന്നു? ജഡ്ജൊക്കെ എന്ത് പറഞ്ഞു? പറഞ്ഞു നല്ല പാട്ടാണ്, ആ ഫോൾസ് വോയിസ് രസമുണ്ടായി, അങ്ങനെ ആരും ട്രൈ ചെയ്യാത്തതാണ്. ഇനി ട്രൈ ചെയ്യാത്ത ഏതായിട്ടാണ് പിടിക്കാൻ പോകുന്നത് പുതിയ ഷോയിലും? ഓക്കെ, നോക്കണം. ഈ പ്രോഗ്രാമിനൊക്കെ പോകുന്നതിന്റെ തലേ ദിവസമാണോ പാട്ട് സെലക്ട് ചെയ്യുന്നത്, ഏത് പാടണം എന്നുള്ളത് തീരുമാനിക്കുന്നത്, അതോ സ്റ്റേജിൽ കയറിയിട്ട് അങ്ങോട്ട് പാടുവാണോ? ആ സിറ്റുവേഷൻ അനുസരിച്ച്. ഇപ്പം അധികം സപ്പോർട്ട് ഇല്ലെങ്കിൽ നമ്മ ഉള്ളതൊക്കെ പാടും, എന്നാൽ ഫസ്റ്റ് ഇങ്ങനെ ഒരു നോർമലായിട്ട് പോകാൻ നോക്കും. ആ ഒരു ടൈമിൽ എല്ലാവർക്കും അറിയുന്ന പാട്ടുകൾ, നല്ല വൈബുള്ള പാട്ടുകൾ നോക്കിയിട്ട് സപ്പോർട്ട് ആവണമെങ്കിൽ എല്ലാവരും സപ്പോർട്ടാക്കി എടുത്തിട്ട് അങ്ങനെ ലാസ്റ്റൊക്കെ. ഇപ്പൊ കുറെ ഓഡിയൻസ് റാപ്പ് സോങ്ങിനുണ്ട്. റാപ്പ് സോങ്സ് ഇഷ്ടമാണോ? ഇഷ്ടമല്ല. കേൾക്കാനൊക്കെ ഇഷ്ടം, പാടാൻ ഇഷ്ടമില്ല. എനിക്ക് തോന്നിയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. എന്നിട്ട് ഫ്ലോപ്പ് ആയി പോയാ? പക്ഷെ എൻ്റെ സൗണ്ടിനൊരു പ്രശ്നം വെച്ചാൽ അധികം ഹാർഡായിട്ട് പാടിയ കുറച്ച് സീനാണ്, ഭയങ്കരമായിട്ട് ഇടറും, അങ്ങനെ സംഭവമുണ്ട്. അത് വേറെ റാപ്പിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. പാടുന്നാലും ഇപ്പൊ ഇല്ലുമിനാറ്റി ഒക്കെ പ്രോഗ്രാംസ് ലാസ്റ്റ് ഒരു നമുക്കൊരു ഫാസ്റ്റ് ആയിട്ട് വേണ്ടി അങ്ങനെ പാടാറുണ്ട്. ലാസ്റ്റ് ഒന്ന് ഓഡിയൻസിനെ ഓൺ ആക്കി നിർത്താൻ. ഓക്കെ, ഇനി ഗാലറി വിഷന് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നില്ലേ? ആ പാട്ട് പാടാവോ? ഞങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് പാടിയിട്ട്. तू ही तू दिल में तो रूबरू, साथ तू छोड़ो मेरे जान तू ही तू दिल में तो रूबरू, साथ तू छोड़ो मेरे जान तू. നീയാം കാതലി ഞാനൊരു യാത്രയിൽ നിന്നെ തേടി ഈരാവിൻ കോണിലായി. നീയാം കാതലി ഞാനൊരു യാത്രയിൽ നിന്നെ തേടി ഈരാവിൻ കോണിലായി. तू ही तू दिल के गम बेकरार रहूं, बेबाक हूँ तेरे लिए, तू है मेरे सनम, तू मेरे रूह में बन मेरे आरज़ू, ये दौलते हुस्न में आंसू बहलाए तू. കൊള്ളാം. അപ്പൊ ഇതൊക്കെയാണ് വിശേഷം. ഒരു ഇതെല്ലാ വിശേഷങ്ങളും എന്നോട് പറഞ്ഞു തീർന്ന. ഇനി സ്കൂളിൽ പോയിട്ട് നന്നായിട്ട് പഠിക്കില്ലേ? പഠിപ്പിന്റെ കാര്യം ഞാൻ ചോദിക്കാൻ പറഞ്ഞു. പഠിപ്പൊക്കെ എങ്ങനെ പോകുന്നു? പഠിപ്പ് കുഴപ്പമില്ലാണ്ട് പോകുന്നു. ഞാൻ അർബനമുട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ അതിന് പ്രാക്ടീസിന് ഇറങ്ങുന്ന ക്ലാസ് കുറച്ച് മിസ്സാവുണ്ട്, കുഴപ്പമില്ലാണ്ട്. എക്സാമോ? എക്സാം ഇങ്ങനെ എക്സാം ഡേറ്റ് ആവാറായോ? ഡിസംബർ അറിയില്ല. എങ്ങാനാ? അതൊന്നും ശ്രദ്ധിക്കുന്നില്ല അല്ലേ? അല്ല, ഒരു മാസം കൂടുതലുണ്ടെന്നോ എനിക്കറിയാം. വീട്ടിലിരുന്ന് പഠിക്കാറുണ്ടാ? വീട്ടിലിരുന്നല്ല, ട്യൂഷന് പോകാറുണ്ട്. ഇടയ്ക്ക് ക്ലാസ്സിലുണ്ടാവാറുണ്ട്. ഇടയ്ക്ക് പ്രാക്ടീസിന് ഇറങ്ങും. അങ്ങനെ ക്ലാസ് വെച്ചാല് ഈ കലോത്സവം അടുത്ത മാസം ഫസ്റ്റ് ആണ്, ഐറ്റം കംപ്ലീറ്റ് ആയിട്ടില്ല, അങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കാം. +1 ഏതെടുക്കാനാ? കൊമേഴ്സ് വേണോ സയൻസ് വേണോ? എനിക്കറിയില്ല. അതൊക്കെ ഞാൻ ജയിച്ചു കഴിഞ്ഞിട്ട് എല്ലാം സെറ്റ് ആക്കിക്കോളാന്നല്ലേ? ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് വിശേഷം. ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തതിന് താങ്ക് യു. പിന്നെ വലിയൊരു പാട്ടുകാരനാവണം എന്നല്ല ആഗ്രഹം, അതെന്തായാലും സക്സസ് ആവും, അത് ഞങ്ങളുടെ കോൺഫിഡൻസ് ആണ്. അത് അതേപോലെ ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരു അടിച്ചാപൊളി പാട്ട് പാടിയിട്ട് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. உன்னத்தான பார்த்துக்க நான் இங்க காத்திருக்க, நெஞ்சு எங்கிருக்க, உன்னை பார்த்த வானத்தை தாண்டியும் வந்து காதல் காமிப்ப நானா, என் மூச்சவ பேச்சவ பேர் சொல்லும் அழகம், எனக்குள்ள கலக்கிற ஆக்சிஜன் அளவம், யாரவ ஓர் சொல்லும் ஸ்டாரம்,
அவன்தான் என்னவள ஒரலையவ கலையவ அழகிய இளவவ நிழலிலும் ஜொலிக்கிற நிரந்தர ஒளியவ சரியவ தவறவ சிறுக்கிற சிரிப்புக்கு அவன்தான் காரணமா. தேங்க்யூ.